മുൻ മന്ത്രിയും ഒപ്പം തന്നെ AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള KP രാജേന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അങ്ങ് മുമ്പ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ ഒരു കുറച്ച് നാളുകളായി പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നത്, നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടം രൂപീകരണം വൈകുന്നു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചായാലും ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നിടത്തെല്ലാം ഇനിയും ഒരുപാട് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറേ സങ്കീർണവും നിയമപരമായും ഒക്കെ കൃത്യമായതോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പല കോടതികളുടെ വിധികളൊക്കെ നമുക്കറിയാം. അപ്പോൾ കേരളത്തിലെ LDF സർക്കാർ നിരന്തരമായി ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുമായും അതുപോലെ ജനപ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചകൾ, കർഷക സംഘടനകളായി നടത്തുന്ന ചർച്ചകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. അത് പ്രതിപക്ഷത്തിനെ എതിർക്കുകയും അത് ഏതെങ്കിലും നടപടികൾ വരുമ്പോൾ അതിനോട് വിരുദ്ധമായുള്ള രീതികൾ കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. ഇതൊന്നിച്ച് ഗവൺമെൻറ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. അവരുടെ ഭൂമിയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കാണാൻ പരിശ്രമിക്കണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളൊക്കെ എന്നും അത്തരം ആ ക്യാമ്പയിനിലും അതിൻ്റെ പ്രക്ഷോഭങ്ങളിലൊക്കെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് ഒരു വളരെ അടിയന്തര പ്രാധാന്യത്തിൽ ഈ ചട്ടരൂപീകരണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ്. ചട്ടരൂപീകരണ നടപടികളായി കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി K രാജൻ അത് കാനം രാജേന്ദ്ര സഖാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു. റവന്യൂ മന്ത്രി അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ, അത് നിയമപരമായി ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളോടും ഇടുക്കി ജില്ലയിലുള്ള പ്രത്യേകിച്ച് എല്ലാവരോടുള്ള ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന, ഇത് കൂട്ടായി പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. മറിച്ച് ഗവൺമെൻറ്റിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടികളിലേക്കല്ല പോകേണ്ടത്. എന്നിരുന്നാലും അത്തരത്തിലാണ് ഈ വിഷയങ്ങളുടെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം ഒന്നിച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.